സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കാത്തു സൂക്ഷിച്ചുകൊണ്ട് കൽപ്പിച്ച കാര്യങ്ങൾ പരമാവധി ജീവിതത്തിൽ അനുഷ്ഠിക്കാനും വിരോധിച്ച കാര്യങ്ങളിൽ നിന്ന് പൂർണ്ണമായി വിട്ടകന്നുകൊണ്ട് തഖ്വയിൽ അധിഷ്ഠിതമായ ഒരു ജീവിതം നയിക്കണമെന്ന് ആദ്യമായി എന്നോടെന്ന പോലെ നിങ്ങളോടും തഖ്വ കൊണ്ട് വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും തഖ്വയിൽ അധിഷ്ഠിതമായ ഒരു ജീവിതം നയിച്ച് ഈമാനോടുകൂടെ മുഅ്മിനായി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് മരിക്കാനുള്ള തൗഫീഖ് റബ്ബ് നൽകുമാറാകട്ടെ. ഹജ്ജിന് വേണ്ടി പുറപ്പെട്ട ആളുകളെല്ലാം തന്നെ മക്കയിലെത്തി ഹജ്ജിനുള്ള തുടക്കങ്ങളിലേക്ക് പ്രവേശിക്കാനിരിക്കുകയാണ്. എത്രയോ ഹജ്ജ് പെരുന്നാളുകൾ നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞു പോയിട്ടുണ്ട്. ഓർമ്മകളിൽ തങ്ങി നിൽക്കുന്നത് ജീവിതത്തിൽ ബാക്കിയായത് എന്താണ് എന്ന് നമ്മൾ ആത്മവിചിന്തനം നടത്തേണ്ട ഒരു സന്ദർഭമാണിത്. വിശുദ്ധ ഖുർആനിൽ 70 സ്ഥലങ്ങളിലാണ് മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ പേരെടുത്ത് പറഞ്ഞിട്ടുള്ളത്. 5 നേരം നമസ്കരിക്കുന്ന ഒരു സത്യവിശ്വാസി നിർബന്ധമായും ഒരു ദിവസം 20 പ്രാവശ്യമെങ്കിലും ഇബ്രാഹിം എന്നുള്ള പേര് ഉച്ചരിക്കാൻ ബാധ്യസ്ഥനാണ്. وَمَنْ يَرْغَبُ عَنْ مِلَّةِ إِبْرَاهِيمَ إِلَّا مَنْ سَفِهَ نَفْسَهُ وَلَقَدِ اصْطَفَيْنَاهُ فِي الدُّنْيَا وَإِنَّهُ فِي الْآخِرَةِ لَمِنَ الصَّالِحِينَ. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ മാർഗത്തോട് ആരാണ് വിമുഖത കാണിക്കുക എന്നാണ്. വമൻ യർഗബ് അൻ മില്ലത ഇബ്രാഹിം, ഇബ്രാഹിം നബിയുടെ മില്ലത്തിനോട്, മാർഗത്തിനോട് ആരാണ് വിമുഖത കാണിക്കുക? ഇല്ലാ മൻ സഫിഹ നഫ്സ, സ്വന്തം ആത്മാവിനെ മൂഢമാക്കിയവനല്ലാതെ മറ്റാരാണ് ഇബ്രാഹിമിൻ്റെ മാർഗത്തോട് വിമുഖത കാണിക്കുന്നത്? വലഖദ് ഇസ്തഫൈനാഹു ഫിദ്ദുനിയ, നാം അദ്ദേഹത്തെ ദുനിയാവിൽ വിശിഷ്ടനായി തെരഞ്ഞെടുത്തു. വ ഇന്നഹു ഫിൽ ആഖിറതി ലമിന സ്വാലിഹീൻ, ആഖിറത്തിലും അദ്ദേഹം സജ്ജനങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ടവനായിരിക്കുമെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ വ്യക്തമായി അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം പ്രഖ്യാപിച്ചൊരു കാര്യമാണ്. അപ്പോൾ സഹോദരങ്ങളെ, നമ്മളിവിടെ ചിന്തിക്കേണ്ടത് ഒരു ഹജ്ജ് കടന്നു വരുമ്പോൾ, ഒരു ഹജ്ജ് പെരുന്നാൾ, വലിയ പെരുന്നാൾ കടന്നു വരുമ്പോൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ മാർഗത്തോട് വിമുഖത കാണിക്കുന്നുണ്ടോ? നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ആ മാർഗത്തോട് എന്ത് നിലപാടാണ് സ്വീകരിച്ചത് എന്ന് ഒരു ആത്മവിചിന്തനം നടത്തേണ്ട സന്ദർഭമാണ്. എന്തുകൊണ്ടെന്നാൽ അങ്ങനെയാണ് നമ്മുടെ ജീവിതമെങ്കിൽ നമ്മൾ സ്വയം വിഡ്ഢിയായവനാണ് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. അപ്പോൾ നമ്മൾ സ്വയം വിഡ്ഢിയായി കൊണ്ടിരിക്കുന്നുണ്ടോ എന്ന് ചില മാനദണ്ഡങ്ങൾ വെച്ചുകൊണ്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ ജീവിതവുമായി താരതമ്യപ്പെടുത്തിക്കൊണ്ട് നമ്മൾ ആത്മവിചിന്തനം നടത്തേണ്ടത്. ഒന്നാമത്തത് തൗഹീദ് തന്നെയാണ്. തൗഹീദിൻ്റെ വിഷയത്തിൽ നമ്മുടെ നിലപാടെന്താണ്? തൗഹീദിൻ്റെ കാര്യത്തിൽ നമ്മുടെ ജീവിതം എങ്ങനെയാണ്? അല്ലാഹു മാത്രമാണ് ആരാധനക്കർഹൻ. അല്ലാഹു അല്ലാത്ത എല്ലാ ദുർമൂർത്തികളെയും താഗൂത്തുകളെയും വെടിഞ്ഞുകൊണ്ട് അല്ലാഹുവിലേക്ക് മാത്രം ഖാസാക്കിക്കൊണ്ടാണോ നമ്മുടെ ആരാധനകളും പ്രാർത്ഥനകളും നമ്മുടെ ജീവിതവും? ഇന്ന സ്വലാത്തി വനുസുഖി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ, ഈ സർവലോക രക്ഷിതാവായ ഈ പ്രപഞ്ചങ്ങളെ സൃഷ്ടിച്ച് അതിനെ നിയന്ത്രിക്കുന്ന ഏകനായ അള്ളാഹുവിന് കീഴൊതുങ്ങിക്കൊണ്ടാണോ എൻ്റെ ജീവിതം എന്നത് നമ്മൾ ആദ്യമായി ചിന്തിക്കേണ്ട കാര്യമാണ്. എത്രത്തോളം സഹോദരങ്ങളെ, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ പേരിലാണല്ലോ ഹജ്ജ്. ആ ഹജ്ജിൽ എവിടെയെങ്കിലും ഇബ്രാഹിം നബിയെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് സഹായം ചോദിക്കുന്ന ഒരു വരിയെങ്കിലും നമുക്ക് കാണാൻ സാധ്യമല്ല. മാത്രമല്ല അത് തൗഹീദ് ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് ലാ ശരീക ലക ലബ്ബൈക് ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക് ലാ ശരീക ലക, യാതൊരു തരത്തിലുള്ള പങ്കുകാരുമില്ലെന്ന് ഉച്ചത്തിൽ പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഹജ്ജാജിമാർ അവരുടെ ഹജ്ജ് മുഴുവനും അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം അതിൽ തൗഹീദ് എത്രത്തോളം നമ്മൾ നമ്മുടെ ജീവിതത്തിൽ പാലിക്കുന്നുണ്ട്, അത് മനസ്സിലാക്കുന്നിടത്ത്, അത് ജീവിതത്തിൽ കൊണ്ടുവരുന്നിടത്ത്, അത് പ്രബോധനം ചെയ്യുന്നിടത്ത് നമുക്ക് ചുറ്റുമുള്ള ആളുകളോട് ഇതാണ് ഹക്ക്, അല്ലാഹു അല്ലാത്ത ആരാധ്യ വസ്തുക്കളെല്ലാം അത് തെറ്റാണ്, അത് യഥാർത്ഥത്തിൽ ആരാധനക്കർഹരല്ല എന്നും അല്ലാഹു മാത്രമാണ് ആരാധനക്കർഹനെന്നും വളരെ വ്യക്തമായും
വളരെ വ്യക്തമായി നമ്മൾ ബോധ്യപ്പെടുത്തി കൊടുക്കാൻ നമുക്ക് ചുറ്റും ജീവിക്കുന്ന ആളുകൾക്ക് അത് മനസ്സിലാക്കി കൊടുക്കേണ്ട ഒരു ബാധ്യത കൂടി സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിലുണ്ട്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഏതൊരു സാഹചര്യത്തിൽ നിന്നാണ് വന്നത് അല്ലേ? തൻ്റെ കുടുംബത്തിൽ, തൻ്റെ വീട്ടിൽ, തൻ്റെ നാട്ടിലെല്ലാം ഈ ഒരു തൗഹീദ് പറയാൻ വേണ്ടി അദ്ദേഹം കാണിച്ച ത്യാഗപരിശ്രമങ്ങൾ, ആ ത്യാഗപരിശ്രമങ്ങൾ കൊണ്ടാണ്, അദ്ദേഹം ഏറ്റുവാങ്ങിയ പീഡനങ്ങൾ കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഏറെ സ്നേഹിക്കുന്ന മാതാപിതാക്കളിൽ നിന്ന് പോലും ശത്രുതയും ഭീഷണിയും എല്ലാം ഏറ്റുവാങ്ങേണ്ടി വന്നത് ആ തൗഹീദ് പ്രഖ്യാപിച്ചത് കൊണ്ടാണ്. അള്ളാഹു മാത്രമാണ് ആരാധനക്കർഹൻ എന്നനുസരിച്ച് ജീവിച്ചത് കൊണ്ടല്ല, അത് പ്രഖ്യാപിച്ചത് കൊണ്ടാണ്. ഇന്നനീ മിനൽ മുസ്ലിമീൻ, ഞാൻ മുസ്ലിമാണെന്ന് പറയുന്നവനേക്കാൾ വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദഅ ഇലല്ലാഹി വഅമില സ്വാലിഹൻ വഖാല ഇന്നനി മിനൽ മുസ്ലിമീൻ. വമൻ അഹ്സനു ഖൗലൻ, ആരാണ് ഏറ്റവും നല്ല വാക്ക് പറയുന്നവൻ? അവനേക്കാൾ നല്ലവൻ ആരാണ്? മിമ്മൻ ദഅ ഇലല്ലാഹ്, അല്ലാഹുവിലേക്ക് ക്ഷണിക്കുന്നവനേക്കാൾ. പിന്നെ വഖാല ഇന്നനി മിനൽ മുസ്ലിമീൻ, ഞാൻ മുസ്ലിങ്ങളിൽ പെട്ടവനാണ് എന്ന് പ്രഖ്യാപിക്കുക. അത് പറയേണ്ടിടത്ത് പറയണം, എഴുതേണ്ടിടത്ത് എഴുതണം, ജീവിച്ച് കാണിച്ചു കൊടുക്കേണ്ടിടത്ത് അത് ജീവിച്ച് കാണിച്ചു കൊടുക്കണം. സഹോദരങ്ങളെ, അതിനുള്ള പരീക്ഷണമാണ് ഈ ജീവിതം. അതിനുവേണ്ടിയാണ് ഈ വളരെ ചെറിയ ഒരു ആയുസ്സും ആരോഗ്യവും സമ്പത്തും എല്ലാം അള്ളാഹു നൽകിയത്. ആ ഒരു പരീക്ഷണത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഒരാള് ഞാൻ അള്ളാഹുവിന് വിധേയപ്പെട്ടവനാണ് എന്ന് സ്വന്തം ജീവിതം കൊണ്ട് പറയാനും പ്രഖ്യാപിക്കാനും ജീവിക്കാനും ഏത് സാഹചര്യത്തിലും ആരൊക്കെ തയ്യാറുണ്ട് എന്ന് പരീക്ഷിച്ചറിയാനാണ് അള്ളാഹു ഈ മരണത്തെയും ജീവിതത്തെയും അള്ളാഹു സമ്മാനിച്ചത്. അതുകൊണ്ട് സഹോദരങ്ങളെ, അതിൽ വിജയിച്ച ആളാണ്, ആ എല്ലാ പരീക്ഷണങ്ങളും പൂർത്തിയാക്കി അതിൽ പരിപൂർണ വിജയം നേടിയ ആളാണ് മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം. അതാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ജീവിതത്തിൽ നമുക്കുള്ള മാതൃക. ദുനിയാവിലെ പരീക്ഷണങ്ങളിൽ മുഴുവൻ എന്തൊക്കെ ഒരു മനുഷ്യന് ജീവിതത്തിൽ എന്തെല്ലാം സ്നേഹബന്ധങ്ങളുണ്ടോ, നമുക്ക് ഏറ്റവും കൂടുതൽ സ്നേഹബന്ധമുള്ളത് നമ്മുടെ മക്കളോടാണ്, ഭാര്യമാരോടാണ്, അതേപോലെ തന്നെ സഹോദരങ്ങളെ മാതാപിതാക്കളോടാണ് അല്ലേ? നമ്മുടെ ഏറ്റവും അടുത്ത കുടുംബം എന്നത് മാതാപിതാക്കളും മക്കളും ഭാര്യമാരുമാണ്. അതിനോടാണ് ഒരാൾക്ക് ഏറ്റവും കടപ്പാടുണ്ടാകുക. ഈ വിഷയത്തിലെല്ലാം പരീക്ഷിക്കപ്പെട്ട മഹത് വ്യക്തിയാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം അല്ലേ? മാതാപിതാക്കളുടെ വിഷയത്തിൽ പരീക്ഷിക്കപ്പെട്ടു, ഭാര്യയുടെ വിഷയത്തിൽ പരീക്ഷിക്കപ്പെട്ടു. ആ ഭാര്യയും കുട്ടിയെയും ആരോരുമില്ലാത്ത മക്കയിൽ ഉപേക്ഷിക്കണമെന്ന് അല്ലാഹു പറഞ്ഞപ്പോൾ യാതൊരു മടിയും കൂടാതെ അതിന് തയ്യാറായി അല്ലേ? ആ വാർദ്ധക്യത്തിൽ ജനിച്ച മകനെ അതിന് പ്രായമായപ്പോൾ ഉപേക്ഷിക്കണമെന്ന് പറഞ്ഞു, അപ്പോൾ ഉപേക്ഷിച്ചു. ഒരു പ്രായമെത്തിയപ്പോൾ അതിനെ അറുക്കണമെന്ന് പറഞ്ഞു, അതിനും തയ്യാറായി. അതെ സഹോദരങ്ങളെ, നമ്മൾ എന്തിനു വേണ്ടിയാണ് ഈ ദീന് കോംപ്രമൈസ് ചെയ്യുന്നത്? ഭാര്യയ്ക്ക് വേണ്ടിയാണോ? മക്കൾക്ക് വേണ്ടിയാണോ? മാതാപിതാക്കൾക്ക് വേണ്ടിയാണോ? തൗഹീദിന്റെ കാര്യത്തിൽ നമ്മൾ വിട്ടുവീഴ്ച ചെയ്യുന്നത് ഈ എന്തെങ്കിലും ബന്ധത്തിന്റെ പേരിലാണെങ്കിൽ മഹാനായ ഇബ്രാഹിം നബിയുടെ മാതൃക നമ്മൾ പിന്തുടരുന്നില്ല. നമ്മൾ സ്വയം വിഡ്ഢികളായവരാണ് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറയുന്നത്. അതാണ് വമൻ യർഗബു അൻ മില്ലത്തി ഇബ്രാഹീമ ഇല്ലാ മൻ സഫിഹ നഫ്സ. സ്വന്തം ആത്മാവിനെ മൂഢമാക്കിയവനല്ലാതെ മറ്റാരാണ് ഇബ്രാഹീമിന്റെ മാർഗത്തോട് വിമുഖത കാണിക്കുക എന്ന് ചോദിക്കുമ്പോൾ സഹോദരങ്ങളെ, തൗഹീദിന്റെ വിഷയത്തിൽ അത് പ്രഖ്യാപിക്കാൻ, അതനുസരിച്ച് ജീവിക്കാൻ ഈ ജാറവുമായി എനിക്ക് യാതൊരു ബന്ധവുമില്ല. അല്ലാഹു അല്ലാതെ ആരാധിക്കപ്പെടുന്ന സകല ദുർമൂർത്തികളിൽ നിന്നും ഞാൻ ഒഴിവായവനാണ്. അത് ജീവിച്ചിരിക്കുന്നവരാകട്ടെ, മരിച്ചവരാകട്ടെ, ഖബറാകട്ടെ, ഖബറാളിയാകട്ടെ, ബിംബമാകട്ടെ, ആൾ ദൈവമാകട്ടെ, എന്തുമാകട്ടെ, അല്ലാഹുവിലേക്ക് മാത്രമേ ഞാൻ എൻ്റെ കൈകൾ ഉയർത്തൂ. എനിക്കെന്തെങ്കിലും എൻ്റെ ജീവിതത്തിലേക്ക് എന്തെങ്കിലും നന്മ കൊണ്ടുവരാൻ, എൻ്റെ ജീവിതത്തെ ബാധിച്ച ഏതെങ്കിലും ഷർറ് അതൊഴിവാക്കി തരാൻ ഈ പ്രപഞ്ച സൃഷ്ടാവായ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രമേ കഴിയുകയുള്ളൂ എന്ന് പൂർണ്ണമായി വിശ്വസിക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്നവരാണോ നമ്മൾ? എങ്കിലേ സഹോദരങ്ങളെ നമ്മൾ ഇബ്രാഹീമിന്റെ മാർഗത്തിലാകുള്ളൂ. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ആദർശമാണ് നമ്മൾ പിന്തുടരുന്നത് എന്ന് പറയാൻ നമുക്ക് ആ അനുവാദമുള്ള അവകാശമുള്ളൂ. അതേപോലെ സഹോദരങ്ങളെ, ഈ തൗഹീദ് ഇത് കൃത്യമായി പറയുന്നതിൽ നമ്മൾ വീഴ്ച വരുത്തിയിട്ടുണ്ടോ? ഇത് കൃത്യമായിട്ട് പറയുന്നതിൽ നമുക്ക് ചുറ്റും ജീവിക്കുന്ന ആൾക്കൂട്ടങ്ങളോട് ഇതാണ് ഹക്കിന്റെ മാർഗം, ഇതാണ് പരലോക വിജയത്തിന്റെ മാനദണ്ഡം എന്ന് കൃത്യമായി പറഞ്ഞു കൊടുക്കാൻ ഏതെങ്കിലും തരത്തിലുള്ള കോംപ്ലക്സുകൾ, ഏതെങ്കിലും തരത്തിലുള്ള പേടികൾ എന്തിന് സഹോദരങ്ങളെ? അള്ളാഹുവാണ് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചതെന്നിരിക്കെ, അള്ളാഹുവാണ് എൻ്റെ ശരീരത്തെ
ശരീരത്തെ ഉടമപ്പെടുത്തുന്നത് എന്നിരിക്കെ, അള്ളാഹുവാണ് എന്നെ മരിപ്പിക്കുന്നത് എന്നിരിക്കെ, ആ അള്ളാഹു മാത്രമാണ് എന്നെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്നതും വിചാരണ ചെയ്യുന്നതും എനിക്ക് നരകവും സ്വർഗവും വിധിക്കുന്നതും ആ അള്ളാഹുവാണ് എന്ന പൂർണ്ണ ബോധ്യമുണ്ടായിരിക്കെ, എന്താണ് സഹോദരങ്ങളെ അള്ളാഹുവിൽ നിന്ന് അള്ളാഹുവിനെ മാത്രം ആരാധിക്കാൻ, അള്ളാഹുവിന്റെ പേരുച്ചരിക്കാൻ, എന്റെ റബ്ബ് അള്ളാഹുവാണ് എന്ന് പ്രഖ്യാപിക്കാൻ, ദൈവം എന്ന മലയാളത്തിലെ നാമത്തെക്കാളും എന്തുകൊണ്ടും ഉന്നതൻ അള്ളാഹു എന്ന് അള്ളാഹു നിശ്ചയിച്ച ഇസ്മുല്ലാഹിൽ അഅ്ളം, അള്ളാഹുവിന്റെ ഏറ്റവും നല്ല പേരാണ് അള്ളാഹു എന്നത്. അത് ദൈവത്തിന് തുല്യമല്ല. അത് ദേവിക്കോ ദൈവങ്ങൾക്കോ പര്യായങ്ങളുള്ള, ബഹുവചനമുള്ള, സ്ത്രീലിംഗമുള്ള ദൈവം എന്ന നാമത്തിന് അത് ഒരിക്കലും തുല്യമാകുകയില്ല എന്ന് അള്ളാഹുവിന്റെ പേര് അള്ളാഹു അറിയിച്ചു തന്നത് അത് അള്ളാഹു എന്നതാണ്, റഹ്മാൻ എന്നതാണ്. അള്ളാഹുവിന് സുന്ദരമായ നാമങ്ങളുണ്ട്. വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന വദുഊഹു ബിഹാ, അള്ളാഹുവിന് ഏറ്റവും സുന്ദരമായ പേരുകളുണ്ട്. നിങ്ങൾ അതുകൊണ്ടാണ് അള്ളാഹുവിനെ വിളിക്കേണ്ടത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ദൈവം എന്ന പേര് അത് അള്ളാഹുവിന്റെ പേരല്ല. അതിന് ദേവി എന്ന സ്ത്രീലിംഗമുണ്ട്, അതിന് ദേവൻ എന്ന ആൺലിംഗമുണ്ട്, അതിന് ദൈവങ്ങൾ എന്ന ബഹുവചനമുണ്ട്. എന്നാൽ അള്ളാഹു എന്ന പേരിൽ അതിന് ബഹുവചനമില്ല, അതിന് സ്ത്രീലിംഗമില്ല. അത് അള്ളാഹുവിന്റെ പേരായി അറിയിച്ചു തന്നതാണ്. അത് ഉച്ചരിക്കാൻ എന്തിനാണ് മുസ്ലിമേ നീ മടി കാണിക്കുന്നത്? അതിലെന്താണ് ഒരു കോംപ്ലക്സ് ഉള്ളത്? നിന്നെ സൃഷ്ടിച്ചതും നിന്നെ ഉടമപ്പെടുത്തുന്നതും നിന്നെ മരിപ്പിക്കുന്നതും നിന്നെ വിചാരണ ചെയ്യുന്നതും നിനക്ക് നരകവും സ്വർഗവും വിധിക്കുന്നത് ആ അള്ളാഹുവാണെന്നിരിക്കെ അതിലെന്താണ് ഒരു കോംപ്ലക്സിന് സ്ഥാനമുള്ളത്? അതുകൊണ്ട് ഇബ്രാഹീമിന്റെ മാർഗമാണോ സഹോദരങ്ങളെ അള്ളാഹു എന്ന പേരുച്ചരിക്കാൻ, തൗഹീദ് കൃത്യമായി പറയാൻ അതിനൊരു മടിയും കാണിക്കേണ്ടതില്ല. നമുക്ക് ഏറ്റവും ബന്ധമുള്ളത് അള്ളാഹുവിനോടാണ്. നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് അള്ളാഹുവിനോടാണ്. നമ്മൾ ഏറ്റവും ഭയപ്പെടുന്നത് അള്ളാഹുവിനോടാണ്. നമ്മൾ ഏറ്റവും പ്രതീക്ഷയർപ്പിക്കുന്നത് അള്ളാഹുവിലാണ് സഹോദരങ്ങളെ. ആ അള്ളാഹുവിനാണ് ഏറ്റവും വലിയ ശക്തിയുള്ളത്. എല്ലാം സംഭവിക്കുന്നത് അള്ളാഹുവിന്റെ അനുമതി പ്രകാരമാണ്. അതുകൊണ്ടാണ് നമ്മൾ അള്ളാഹുവിൽ തവക്കുൽ ചെയ്യുന്നത്. അതാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ജീവിതത്തിൽ ഉടനീളം നമ്മൾ കണ്ട തവക്കുൽ. അതാണ് നമ്മൾ ഇബ്രാഹിമിന്റെ മാർഗത്തിലാണ് എന്ന് പറയുന്നത്. ആ തീകുണ്ഠാരത്തിന് മുമ്പിലും ഒരു പ്രതീക്ഷയില്ലാത്ത ജീവിതത്തിന്റെ മുഴുവൻ സാഹചര്യങ്ങളിലും പ്രതീക്ഷ നഷ്ടപ്പെട്ടവനല്ല ഇബ്രാഹിം നബി അലൈഹിസ്സലാം. ജീവിതത്തിന്റെ വാർദ്ധക്യത്തിൽ വരെ ഒരു കുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴും സഹോദരങ്ങളെ ഇബ്രാഹിം നബി അലൈഹിസ്സലാം അള്ളാഹുവിൽ പരമേൽപ്പിച്ചുകൊണ്ട് പ്രതീക്ഷയർപ്പിച്ചുകൊണ്ട് ആ പ്രാർത്ഥിച്ചത് കൊണ്ടാണ് ജീവിതത്തിന്റെ സായാഹ്നത്തിൽ ഒരിക്കലും ഭൗതികമായ മാനദണ്ഡങ്ങൾ വെച്ച് ഒരു സ്ത്രീ പ്രസവിക്കാൻ സാധ്യതയില്ലാത്ത പ്രായത്തിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ഭാര്യ പ്രസവിച്ചത്. ആ തവക്കുലിന്റെ ബലമാണ്. അതുകൊണ്ട് അതാണ് ഇബ്രാഹിമിന്റെ മാർഗം സഹോദരങ്ങളെ. അതിലാരാണ് ഒരു പ്രതീക്ഷയില്ലാത്ത ഭൗതികമായ മാനദണ്ഡങ്ങൾ അവസാനിക്കുന്നിടത്ത് പോലും അള്ളാഹുവിൽ പ്രതീക്ഷയർപ്പിച്ച് മുന്നേറുന്നവനാണ് സത്യവിശ്വാസി. അതാണ് ഇബ്രാഹിം നബിയുടെ പാഠം നമുക്ക് നൽകുന്നത്. അത് നമ്മൾ ജീവിതത്തിൽ പാലിക്കുന്നില്ലെങ്കിൽ, ആ പ്രതീക്ഷ നമുക്ക് ജീവിത സാഹചര്യങ്ങളില്ലെങ്കിൽ നമ്മൾ സ്വയം ആത്മാവിനെ വിട്ടിയാക്കിയവനാണ് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ബഖറയിലെ ആയത്തിലൂടെ നമ്മളോട് പറയുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ കാര്യങ്ങളൊക്കെ സത്യസന്ധതയാകട്ടെ. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ ആ ഏകനായി ദഅവത്തുമായി നിന്ന ഒരു കാന ഉമ്മതൻ ഖാനിതൻ എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. നിങ്ങൾ ഒറ്റക്കാണോ? നിങ്ങൾ അൽ ജമാഅ എന്ന് പറഞ്ഞാൽ അത് അള്ളാഹുവിനും റസൂലിനും അനുസരിച്ചുകൊണ്ട് എന്താണോ റസൂൽ കൊണ്ടുവന്നത് ആ ഒരു കാര്യത്തിൽ അടിയുറച്ചു നിൽക്കലാണ്. അത് നമ്മൾ ഒറ്റക്കാണെങ്കിലും നമ്മളാണ് അൽ ജമാഅത്ത്. കാനത്ത് ഉമ്മതൻ ഖാനിതൻ. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ ഒരു വ്യക്തിയെ പറ്റിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉമ്മത്താണെന്ന് പറഞ്ഞത്. അതുകൊണ്ട് സഹോദരങ്ങളെ, നിലപാടുകളാണ് നമുക്ക് വേണ്ടത്, കൃത്യമായ ദീനിന്റെ നിലപാടുകൾ. അതാരും കണ്ട് ഒരാൾക്കൂട്ടത്തെ കണ്ട് പേടിക്കേണ്ടവനല്ല സത്യവിശ്വാസി സഹോദരങ്ങളെ. ഇന്ന ഇബ്രാഹീമ കാന ഉമ്മതൻ ഖാനിതൻ. ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്തങ്ങൾ മുഴുവൻ പൂർത്തീകരിച്ച ഇബ്രാഹീം അല്ലദീ വഫ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല സർട്ടിഫിക്കറ്റ് നൽകിയ മഹാനായ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ മാർഗം. അതുകൊണ്ട് ആ മാർഗം നമ്മൾ മനസ്സിലാക്കുക, അതനുസരിച്ച് ജീവിക്കുക സഹോദരങ്ങളെ. ആ ഒരു നല്ല പര്യവസാനത്തിന് വേണ്ടി, സ്വർഗത്തിൽ അള്ളാഹുവിനെ കാണുക എന്ന ഏറ്റവും വലിയ സൗഭാഗ്യത്തിന് വേണ്ടി നിരന്തരം പ്രാർത്ഥിച്ച് പണിയെടുത്തുകൊണ്ടിരിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ. ഓരോ പെരുന്നാളുകൾ കഴിഞ്ഞു പോകുമ്പോഴും ഇസ്ലാമിലെ ഓരോ ആരാധനകൾക്കും കൃത്യമായ ഉദ്ദേശങ്ങളും ലക്ഷ്യങ്ങളുമുണ്ട്. സഹോദരങ്ങളെ, തൗഹീദിന്റെ വിഷയത്തിൽ മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനുമായി ബന്ധപ്പെട്ട ഈ ബലിപെരുന്നാൾ അത് കേവലം ആഘോഷിക്കുക എന്നതിനപ്പുറം
നമ്മുടെ ജീവിതവുമായി, ഒരു സത്യവിശ്വാസിയുടെ ജീവിതവുമായി അഭേദ്യമായ ബന്ധമുള്ള ഒന്നാണ് മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാം. ഈ തൗഹീദിൻ്റെ ആദർശ പിതാവായി അറിയപ്പെടുന്ന, എന്തിനേറെ ഈ ഭൗതിക ലോകത്ത് 3 സെമിറ്റിക് മതങ്ങളുടെയും ജുദായിസത്തിൻ്റെയും ക്രിസ്ത്യാനിറ്റിയുടെയും ഇസ്ലാമിൻ്റെയും മുഴുവൻ ആദർശ പിതാവ്, ഈ 3 മതങ്ങളും അംഗീകരിക്കുന്ന ആദർശ പിതാവാണ് മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഇബ്രാഹിം നബി അലൈഹി സ്വലാം, ഇന്ന് നമ്മൾ ഒരു ദിവസം നിസ്കരിക്കുമ്പോൾ 20 തവണയാണ് ഇബ്രാഹിം എന്ന പേരുച്ചരിക്കുന്നത്. അതൊരു ചില്ലറ സംഭവമല്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാമുമായിട്ട് നമുക്കുള്ള ബന്ധം, ഇബ്രാഹീമിൻ്റെ മാർഗത്തോട് ആരാണ് വിമുഖത കാണിക്കുന്നത്? സ്വയം വിഡ്ഢിയായവനാണ്, സ്വന്തം ആത്മാവിനെ മൂഢമാക്കിയവനല്ലാതെ മറ്റാരാണ്? അത്ര ഗൗരവകരമായ ഒരു പ്രസ്താവനയാണ് അള്ളാഹു നടത്തിയത്. അപ്പം അതുകൊണ്ട് സഹോദരങ്ങളെ, ഇബ്രാഹിം നബിയുടെ ജീവിതത്തിൽ ഇബ്രാഹിം നബി നമുക്ക് പഠിപ്പിച്ചു തന്ന സകല കാര്യങ്ങളുമായിട്ട് നമ്മുടെ ജീവിതം ഒന്ന് താരതമ്യപ്പെടുത്തി നോക്കുമ്പോൾ അള്ളാഹുവിൻ്റെ വിഷയത്തിൽ, തൗഹീദിൻ്റെ വിഷയത്തിൽ, തവക്കുലിൻ്റെ വിഷയത്തിൽ, അതേ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്ന വിഷയത്തിൽ, എല്ലാ കാര്യത്തിലും നിങ്ങൾ വെച്ചിട്ടുണ്ട്. ഒരു കഅബ അള്ളാഹുവിൻ്റെ നിർദ്ദേശപ്രകാരം അള്ളാഹുവിന് വേണ്ടി ഒരു കഅബ പുനർനിർമ്മിച്ചിട്ട് അത് സ്വീകരിച്ച് കിട്ടണം. റബ്ബനാ തഖബ്ബൽ മിന്നാ എന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാം ഇസ്മായിൽ നബി അലൈഹി സ്വലാമും പ്രാർത്ഥിക്കണം. ചെയ്ത കർമ്മങ്ങൾ സ്വീകരിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് 2 പ്രവാചകന്മാർ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നത് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുമ്പോൾ സഹോദരങ്ങളെ, നമ്മളെ കർമ്മങ്ങൾ സ്വീകരിച്ച് കിട്ടാൻ എത്രത്തോളം ജാഗ്രത പാലിക്കണമെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതൊക്കെ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ മാതൃകയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ആ ഒരു മാതൃക ജീവിതത്തിൽ അനുധാവനം ചെയ്തുകൊണ്ട് നമ്മൾ സ്വയം വിഡ്ഢിയായി പോകുന്നില്ല എന്ന് നമ്മൾ ഉറപ്പുവരുത്തേണ്ട ഒരു ബാധ്യത നമുക്കുണ്ട്. അതുകൊണ്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ ജീവിതത്തെ അടുത്തറിയുകയും അത് നമ്മുടെ ജീവിതവുമായി താരതമ്യപ്പെടുത്തിക്കൊണ്ട് നമ്മൾ ആ ഒരു നിലവാരത്തിലേക്ക് ഉയരാനുള്ള നിരന്തര പരിശ്രമമായി നമ്മുടെ ജീവിതത്തെ മാറ്റണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ.